നമസ്കാരം. നമുക്ക് അറിയാം തുർക്കി എന്നൊരു രാജ്യത്തെ കുറിച്ചിട്ട്. തുർക്കി പേര് കേൾക്കുമാതിരി പിറക്കിയൊന്നുമല്ല, കുറച്ച് പ്രശ്നക്കാരനാണ്. ഇന്നും ഇന്നലെയല്ല, ഹിന്ദുസ്ഥാനെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം നൂറ്റാണ്ടുകളായി നമ്മളെ ഏറ്റവും കൂടുതൽ ശല്യപ്പെടുത്തിയ രാജ്യങ്ങളിൽ ഒന്നാണ് തുർക്കി. തുർക്കിയിൽ നിന്നും എത്രയോ കൊള്ളക്കാർ ഇന്ത്യയിൽ വന്നു, കൊള്ളയടിച്ചു, പൈസകൾ കൊണ്ടുപോയി ഇവിടെ ഭരണം സ്ഥാപിച്ചു. ഇവിടെ ഭരണത്തിൽ പിന്നെ കയറിയിട്ടുള്ള മുഗളന്മാർക്ക് സഹായം കൊടുത്തു. അത്തരത്തിൽ നമ്മുടെ നാട്ടിന് ഏറ്റവും കൂടുതൽ തലവേദന തന്നിട്ടുള്ള ഒരു രാജ്യമാണ് തുർക്കി എന്ന് പറയുന്ന രാജ്യം. നമ്മൾ വിചാരിക്കും മാതിരി പിറക്കികളല്ല. അവരെന്നും ഭാരതത്തിന്, പ്രത്യേകിച്ചും ഹിന്ദുസ്ഥാനത്തിന് ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കണമെന്ന് ചിന്തിച്ച് ഖാലിഫേറ്റ് അല്ലെങ്കിൽ കാലിഫേറ്റ് നടപ്പാക്കണം എന്ന് തീരുമാനിച്ച് ഖലീഫയുടെ നിർദ്ദേശപ്രകാരം ഭാരതത്തെ എന്നും ആക്രമിച്ചു വന്ന ഒരു രാജ്യമാണ് തുർക്കി. ഇതുകൊണ്ട് തന്നെ ഈ ഒരു രാജ്യത്തിന് ഭാരതത്തിന് ഒരിക്കലും ഒരു സൗഹൃദ രാഷ്ട്രമായി കരുതാൻ പറ്റത്തില്ല. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ തുർക്കി ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് ചെല്ലും ചെലവും കൊടുത്തിരുന്നതും, ഇവിടെയുള്ള മുസ്ലിങ്ങൾ തുർക്കിയാണ് നമ്മുടെ പിതാവ് അല്ലെങ്കിൽ അവരെ അനുസരിക്കാണ് വേണ്ടത് എന്നുള്ള രീതിയിലാണ് പെരുമാറിയിരുന്നെന്നുള്ളതും എല്ലാവർക്കും അറിയാം. 1921 നടന്ന മലബാർ കലാപം തുർക്കിക്ക് വേണ്ടിയാണെന്നുള്ള കാര്യം ആരും മറന്നുപോകരുത്. ഗാന്ധി വിദേശ വസ്ത്രങ്ങൾ ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യയിലുള്ള കോൺഗ്രസ് നേതാക്കൾ, പ്രത്യേകം ഹൈന്ദവ സിഖ് നേതാക്കളെല്ലാം ആ വസ്ത്രങ്ങൾ കത്തിച്ചപ്പോൾ ഇവിടെയുള്ള ഇന്ത്യൻ മുസ്ലിങ്ങൾ, അതും പ്രത്യേകിച്ചും അലി സഹോദരന്മാർക്ക് നേതൃത്വത്തിലുള്ള സംഘടനകൾ, അത് തുർക്കിയുടെ നിന്ന് പൈസ വാങ്ങിച്ച് തുർക്കിയാണ് പിതാവ് എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന സംഘടനകളായിരുന്നു. അവർ പറഞ്ഞത്, ഞങ്ങൾ ഈ വിദേശ വസ്ത്രങ്ങൾ കത്തിക്കുന്നില്ല, തുർക്കിയിലുള്ള നമ്മുടെ സഹോദരങ്ങൾക്ക് നമ്മൾ അയച്ചു കൊടുക്കാൻ പോവുകയാണ് എന്നാണ് പറഞ്ഞത്. അപ്പൊ അത്ര വലിയൊരു തുർക്കിയുമായ ഒരു ബന്ധം ഇന്ത്യൻ മുസ്ലിങ്ങൾക്കുണ്ട്. ഇന്ത്യയുടെ വിഭജനം പോലും തുർക്കിയുടെ ഒത്താശയായിരുന്നു. ഇന്ത്യയുടെ വിഭജനത്തിന് പോലും തുർക്കി ഈ ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയെ ഒരു ഭാഗമെങ്കിലും ആക്കാൻ പറ്റിയെങ്കിൽ എന്ന് പറഞ്ഞ് ആഗ്രഹിച്ച് വിഭജനം നടത്തിയത് പോലും തുർക്കിയുടെ ഒരു അനുഗ്രഹാശിസുകൾ കൂടെ ആയിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. ഇപ്പോ ഏറ്റവും അവസാനം നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് നമുക്കറിയാം, പാകിസ്ഥാനെ സഹായിക്കുന്ന പല രാജ്യങ്ങളുണ്ട്, ഒളിഞ്ഞും മറഞ്ഞുമാണ് സഹായിക്കുന്നത്. പക്ഷേ നേരിട്ട് യാതൊരു മറവുമില്ലാതെ ഞങ്ങൾ സഹായിക്കുന്നു എന്ന് പറഞ്ഞ് സഹായിച്ച രാജ്യം തുർക്കിയാണ്. പാകിസ്ഥാന് ആയുധങ്ങൾ കൊടുക്കുന്നു, ഡ്രോണുകൾ കൊടുക്കുന്നു, പാകിസ്ഥാൻ ആവശ്യമുള്ള പൈസ കൊടുക്കുന്നു. ഇതെല്ലാം ചെയ്തത് തുർക്കിയാണ്. ഇപ്പോൾ അവിടെ ഭരിക്കുന്നത് നമ്മുടെ ഖലീഫയൊന്നുമല്ല, പുതിയ നവയുഗ ഖലീഫയാവാൻ പോകാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നവയുഗ ഖലീഫയാകാൻ ആഗ്രഹിക്കുന്ന എൽഡ്രോഗനാണ്. അപ്പൊ അദ്ദേഹമാണ് പാകിസ്ഥാൻ ഇത്രയും ആയുധങ്ങൾ കൊടുത്ത് സഹായിച്ചതും ഈ സിന്ദൂർ സമയത്ത് അവരെ ഏറ്റവും കൂടുതൽ സഹായിച്ചതും. അപ്പോൾ ഇന്ത്യ തീരുമാനിച്ചു, ഇനി തുർക്കിയുമായിട്ടുള്ള ഒരു സൗഹൃദമൊന്നല്ല, ഒന്നും വേണ്ട. ഭാരതം ആദ്യം ചെയ്ത കാര്യങ്ങൾ എന്ന് പറയുന്നത് അവരുമായിട്ടുള്ള ട്രേഡ് റിലേഷൻസ്, വ്യാവസായിക റിലേഷൻസ് അവസാനിപ്പിച്ചു എന്നുള്ളതാണ്. രണ്ടാമത്, ഇന്ത്യയുടെ പ്രധാനമന്ത്രി തുർക്കിയിലേക്ക് ഇന്ത്യയിൽ നിന്നും ടൂറിസ്റ്റുകൾ പോകരുത് എന്നൊരു ആഹ്വാനം നടത്തി. അത് ഇന്ത്യക്കാരെല്ലാവരും അതുപോലെ ശിരസാവഹിച്ചു. തുർക്കിയുടെ ടൂറിസം മേഖല ആകെ താറുമാറുമായി. ഇനിയുള്ളത് നമ്മുടെ എയർപോർട്ടുകളിൽ സർവീസുകൾ നടത്തി, എയർപോർട്ടിനകത്തുള്ള സർവീസുകൾ, പാഴ്സൽ സർവീസ്, അങ്ങനെ സർവീസുകളെല്ലാം നടത്തിയിരുന്നത് ഈ തുർക്കിയിലെ ഇപ്പോഴത്തെ സുൽത്താന്റെ മകളുടെ കമ്പനിയായിരുന്നു. ആ കമ്പനി അങ്ങ് പൂർണ്ണമായിട്ടും ഒഴിവാക്കി. അത് തന്നെ കോടാനുകോടിയുടെ നഷ്ടം തുർക്കിക്ക് ഉണ്ടാക്കി. അപ്പോ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും ഇന്ത്യ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് തുർക്കിയെ ഇനി ഒതുക്കണം എന്നുള്ള തീരുമാനത്തിലാണ് എടുത്തിട്ടുള്ളത്. ഇപ്പൊ സംസാരിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാത്രമല്ല, ഇത് തുർക്കിക്ക് വ്യാവസായികമായി പല രീതിയിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കി എന്നുള്ളത്, സാമ്പത്തികമായുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കി എന്നുള്ളത് ഉള്ള കാര്യമാണ്. പക്ഷേ തുർക്കിയെ എങ്ങനെ കണ്ടെയ്ൻ ചെയ്യും, തുർക്കിയെ എങ്ങനെ ഒതുക്കി നിർത്തും, അതിനൊരു പൂഴിക്കടകനാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കളിച്ചിരിക്കുന്നത്. ഒരു പൂഴിക്കടകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുർക്കിയെ കാലിന് തൂക്കി തറയിലടിച്ചിരിക്കുക. ഇതാണ് ഇപ്പൊ നടന്നിരിക്കുന്ന സമയം. കാര്യം, തുർക്കിയുടെ ചുറ്റുപാടും തുർക്കിയുമായി അസഹിഷ്ണുതയുള്ള രാജ്യങ്ങളുണ്ട്. അത് എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ട്. നമ്മുടെ ചുറ്റുപാടും എല്ലാവരും മിക്കവാറും ഉള്ള അസഹിഷ്ണുത ഉള്ളവരാണ്. പക്ഷേ ഈ തുർക്കിയുമായി അസഹിഷ്ണുത ഉള്ള രാജ്യങ്ങളെ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ഒരുമിച്ച് കൂട്ടി. അവിടെയെല്ലാം ഇന്ത്യയുടെ മിലിറ്ററി ബേസുകൾ എന്ന് തോന്നിക്കാവുന്ന തരത്തിൽ, അല്ലെങ്കിൽ ഇന്ത്യയുടെ സഹായത്തോടെ അവരുടെ മിലിറ്ററി ബേസുകൾ ശക്തിപ്പെടുത്തുകയോ, അല്ലെങ്കിൽ ഇന്ത്യയുടെ സഹായത്തോടുകൂടി ഇന്ത്യൻ പട്ടാളക്കാരെ തന്നെ പറഞ്ഞു വിട്ടിട്ട് അവരുടെ മിലിറ്ററി ബേസുകൾ മാനേജ് ചെയ്യുകയോ ചെയ്യുന്ന ഒരു അവസ്ഥയിലോട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യമാണ് അർമേനിയ. അർമേനിയക്ക് ഇന്ത്യ എന്തൊക്കെയാണ് സഹായങ്ങൾ ചെയ്തതെന്ന് നമുക്ക് നോക്കാം. അർമേനിയ എന്ന് പറയുന്ന രാജ്യം ഒരു ചെറിയ രാജ്യമാണ്. അസർബൈജാനും തുർക്കിക്ക് ഇടയിൽ കിടക്കുന്ന, അതുപോലെ തന്നെ അസർബൈജാനിൽ നിന്ന് നിരന്തരം ആക്രമണം ഉണ്ടാകുന്ന ഒരു ക്രിസ്ത്യൻ രാജ്യമാണ് അർമേനിയ. അർമേനിയെ ബാക്കിയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾക്ക് എറിഞ്ഞു കൊടുത്തിരിക്കുകയാണ്, നീ പോവുകയോ ചാവുകയോ ഒക്കെ ചെയ്തു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അർമേനിയെ സഹായിക്കാൻ അധികം ആരുമൊന്നുമില്ല. അപ്പോൾ അർമേനിയെ സഹായിക്കാൻ മുൻകൈ എടുത്തു? ഭാരതം മുൻകൈ എടുത്തു.
അത് എന്തൊക്കെയാണ് ചെയ്തത്? അർമേനിയയാണ് ഇന്ത്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യം. എന്ന് വെച്ചാൽ നമ്മുടെ ആയുധങ്ങൾ ഏറ്റവും കൂടുതൽ വാങ്ങുന്ന ഒരു രാജ്യമാണ് അർമേനിയ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അവർക്ക് കുറെ പ്രധാനപ്പെട്ട ആയുധങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിലൊന്നാണ് നമ്മുടെ ആകാശ് എയർ ഡിഫൻസ് സിസ്റ്റം. ആകാശ് എയർ ഡിഫൻസ് സിസ്റ്റത്തിനെ നമ്മൾ പൂർണ്ണമായിട്ടും സജ്ജമാകുന്ന രീതിയിൽ ആമിനേറ്റ് ചെയ്ത് എന്ന് പറഞ്ഞാൽ ഏത് സമയം അവർക്ക് ഉപയോഗിക്കാമെന്നുള്ള രീതിയിൽ അവർക്ക് കൊടുക്കുകയും അതിനുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞു. രണ്ടാമത് പിനാക്ക എന്ന് പറഞ്ഞ മൾട്ടിപ്പിൾ റോക്കറ്റ് ലോഞ്ചർ. ആ റോക്കറ്റ് ലോഞ്ചറും അതിനനുസരിച്ചിട്ടുള്ള അതിനുള്ള ആമിനേഷനും ഇന്ത്യ കൊടുത്തു കഴിഞ്ഞു. പിന്നെ കൊടുത്തിരിക്കുന്നത് ആന്റി ടാങ്ക് ആൻഡ് ആന്റി ഡ്രോൺ ആണ്. ആന്റി ടാങ്ക് എന്ന് പറഞ്ഞാൽ ടാങ്കിനെ നശിപ്പിക്കാൻ പറ്റുന്ന ടെക്നോളജി, ഡ്രോണിനെ നശിപ്പിക്കാൻ പറ്റുന്ന ടെക്നോളജി വേറെ. തുർക്കിക്ക് ഏറ്റവും വലിയ ശക്തി അവരുടെ ടാങ്കും ഡ്രോണും ഒക്കെയാണ്. അപ്പൊ അതിനെ നശിപ്പിക്കാൻ പറ്റുന്ന ടെക്നോളജി ഇന്ത്യ ആർക്ക് കൊടുത്തു? അർമേനിയക്ക് കൊടുത്തു. അപ്പൊ അർമേനിയയെ കൊണ്ട് ഒരു സൈഡിൽ നിന്നും ഇനി തുർക്കി എന്തെങ്കിലും അനക്കം നടക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് ഇവിടെ നടിക്കുകയെന്ന് വേണ്ട, അർമേനിയയുടെ കയ്യിൽ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, അവിടെ നടിക്കാൻ പറ്റും. ഇനി രണ്ടാമതുള്ള ഏറ്റവും പ്രധാന നീക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നീക്കം നടന്നിരിക്കുന്നത് ഗ്രീസുമായിട്ടാണ്. ഗ്രീസുമായിട്ട് ഇപ്പൊ തന്നെ ഇന്ത്യ 1-2 തവണ മിലിറ്ററി എക്സസൈസ് അതുപോലെ നേവൽ എക്സസൈസ് ഒക്കെ നടത്തി കഴിഞ്ഞു. ഗ്രീസിന് ആവശ്യമായിരുന്നത് നമ്മളെ സിന്ദൂർ സമയത്ത് നമ്മൾ ഏത് തരത്തിലുള്ള എയർ ഡിഫൻസ് സിസ്റ്റം അല്ലെങ്കിൽ നമ്മൾ ഏത് തരത്തിലുള്ള എയർ അറ്റാക്ക് ആണ് നമ്മൾ നടത്തിയെന്ന് അവർക്ക് അറിയണമായിരുന്നു. ആ ടെക്നോളജി അവർക്ക് മനസ്സിലാക്കണമായിരുന്നു. ഇന്ത്യ എന്ത് ചെയ്തു? പൂർണ്ണമായിട്ടും ആ ടെക്നോളജി കൊടുക്കാൻ തയ്യാറായി. ഇന്ത്യ അവർക്ക് എക്സസൈസുകൾ വഴി ഈ ടെക്നോളജി എങ്ങനെയാണ് ഉപയോഗിച്ചതെന്നും അത് എങ്ങനെ നിങ്ങൾക്ക് ഉപയോഗിക്കാമെന്നും പൂർണ്ണമായുള്ള ട്രെയിനിങ്ങൾ ഗ്രീസിന് കൊടുത്തു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഗ്രീസ് എന്ന് പറഞ്ഞ രാജ്യത്ത് നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കണം, ഒരു യൂറോപ്യൻ രാജ്യമാണ്, ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യമാണ്. അവരാണ് ആദ്യമായി പെഹൽഗാം അറ്റാക്ക് നടന്നപ്പോൾ പാകിസ്ഥാന്റെ പേരെടുത്ത് പറഞ്ഞ് പാകിസ്ഥാനാണ് ഈ അറ്റാക്ക് നടത്തിയതെന്നും പാകിസ്ഥാന് ഇതിന്റെ മറുപടി കൊടുക്കണമെന്നും പറഞ്ഞ ഒരേ ഒരു രാജ്യം, ധൈര്യമായി ആദ്യമായി പറഞ്ഞ ഒരേ ഒരു രാജ്യം ഗ്രീസാണ്. പിന്നെ അവിടുന്ന് ഇവിടുന്നൊക്കെ ചിലർ പറഞ്ഞു എന്നുള്ളതല്ലാതെ വേറെ വലിയ നേട്ടമൊന്നും നമ്മൾ ആ തുറക്ക സമയത്ത് ആരും തന്നില്ലായിരുന്നു. ഇനി അവരുടെ അടുത്ത് നമ്മൾ അടുത്ത് കൊടുത്ത സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരുമായിട്ടൊരു നേവൽ എക്സസൈസ് എടുത്തി. അതിന്റെ പേരാണ് സലാം. ഈ സലാം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൽക്കാലം തുർക്കിക്ക് ഒരു സലാം ഇരിക്കട്ടെ എന്നുള്ള രീതിയിലാണ്. അത് വളരെ വിഷയമായതാണ്. തുർക്കിക്കുള്ളിൽ വളരെ ചർച്ചയായ ഒരു നേവൽ എക്സസൈസ് ആയിരുന്നു. അതിന് നമ്മൾ ഉപയോഗിച്ച് നമ്മുടെ INS തമാൽ എന്ന് പറഞ്ഞ ഫ്ലീറ്റിനെയാണ്. INS തമാലുമായ ഒരു വളരെയധികം ലൈവ് ആമിനേഷൻ വെച്ചിട്ടുള്ള ഫയറിങ്ങും ബാക്കിയുള്ള എക്സസൈസുകളോട് നടത്തി. ഇത് കണ്ടപ്പോൾ, ഈ പൊട്ടിത്തെറിയിൽ കണ്ടപ്പോൾ തന്നെ തുർക്കി ഏകദേശം ഞാൻ പറയേണ്ടത് അത്തരത്തിലായി. അടുത്ത് അവർക്ക് വേണ്ടുന്നത്, ഗ്രീസ് ഇന്ത്യയോട് ആവശ്യപ്പെട്ടത്, അവർക്ക് വേണ്ടുന്നത് ലോങ് റേഞ്ച് ക്രൂസ് മിസൈൽസ് ആണ്. ഇന്ത്യ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോ ലോങ് റേഞ്ച് ക്രൂസ് മിസൈൽസ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 മുതൽ 1500 കിലോമീറ്ററിന് അപ്പുറമുള്ള ദൂരം ചെന്ന് അടിക്കാൻ പറ്റുന്ന ക്രൂസ് മിസൈൽസ് ആണ് ഗ്രീസ് ആവശ്യപ്പെട്ടത്. ഇന്ത്യ അഗ്രിമെന്റ് സൈൻ ചെയ്തു, കുറെ കൊടുത്തു, ഇനി ബാക്കിയുള്ളത് കൊടുക്കാൻ പോകുന്നു. കാര്യം, ഗ്രീസിന്റെ ബോർഡറിൽ നിന്നും തുർക്കിയിലേക്ക് വരണമെങ്കിൽ ഏകദേശം 1000 മുതൽ 1500 കിലോമീറ്റർ ദൂരം പോയി കഴിഞ്ഞാൽ തുർക്കിയുടെ ഏത് ഭാഗത്തേക്കും ഗ്രീസിന്റെ മണ്ണിൽ നിന്നും അടിക്കാൻ പറ്റും. അങ്ങനെ അവരെയും അവിടെ സജ്ജമാക്കി. 2 വശങ്ങളായി, മേളായി, സൈഡായി. ഇനി ഇന്ത്യ, മോദി കഴിഞ്ഞ പ്രാവശ്യം ഒരു യാത്ര പോയ കൂട്ടത്തിൽ ഒരു ചെറിയ രാജ്യത്തിൽ, എത്രയോ വർഷങ്ങളായി ഇന്ത്യയുടെ ഒരു ഭരണാധികാരിയും പോകാത്തൊരു ചെറിയ രാജ്യമുണ്ട്. ആ രാജ്യത്തിൽ ഒന്ന് ഇറങ്ങിയിട്ട് പോയി. ഒന്ന് ഇറങ്ങി സംസാരിച്ചു, ഷേക്കൻ്റെ ഒക്കെ കൊടുത്തു, കൈ കൊടുത്തിട്ടൊന്ന് പോയി. അവരുടെ പേരാണ് സൈപ്രസ്. ഈ സൈപ്രസിന് ഒരു പ്രത്യേകതയുണ്ട്. ഒരു ദ്വീപ് പോലത്തെ ഒരു രാജ്യമാണ്. തുർക്കിക്ക് അടുത്ത് കിടക്കുന്ന ഒരു ദ്വീപായിട്ടുള്ള ഒരു രാജ്യമാണ്. തുർക്കിക്ക് വളരെ അടുത്താണ്. തുർക്കിയുടെ മാരിടൈം ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ കപ്പൽപരമായ അല്ലെങ്കിൽ കടലിലുള്ള എല്ലാ ആക്ടിവിറ്റീസും നിരീക്ഷിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് സൈപ്രസ്. സൈപ്രസിലിരുന്നാൽ അവിടെ നിന്ന് ഒരു കപ്പൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇന്ത്യക്ക് അറിയാൻ പറ്റും. സൈപ്രസ് ഇന്ത്യക്ക് തന്നിരിക്കുന്ന ഫെസിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ നേവൽ ബേസുകൾ പൂർണ്ണമായും നമുക്ക് ഉപയോഗിക്കാനുള്ള ഒരു അധികാരം സൈപ്രസ് തന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ നേവൽ ബേസുകളിൽ ഇരുന്നുകൊണ്ട് തുർക്കിയുടെ മാരിടൈം സീക്രട്സ് മുഴുവൻ ചോർത്താനും, അതുപോലെ നമ്മൾ അവർക്ക് കൊടുത്തിരിക്കുന്ന വാഗ്ദാനം തുർക്കിയുടെ ഏത് തരത്തിലുള്ള മൂവ്മെന്റ്സും ഞങ്ങൾ നമ്മുടെ സാറ്റലൈറ്റ്സ് വഴി കിട്ടുന്നതും അതുപോലെ ഇന്റൽ കളക്ഷൻസ് മുഴുവൻ മാരിടൈം ഇന്റൽ മുഴുവൻ അവരുമായിട്ട് ഷെയർ ചെയ്യാവുന്ന ഒരു കരാറാണ് ഏർപ്പെട്ടിരിക്കുന്നത്. അതിന് സൈപ്രസിന് നമ്മൾ ആയുധവും കൊടുത്തു, ബ്രഹ്മോസ് കൊടുത്തു, അതുപോലെ നമ്മൾ പിനാക്ക റോക്കറ്റ് ലോഞ്ചേഴ്സ് കൊടുത്തു. അപ്പൊ ഇത് വെച്ചിട്ട് സൈപ്രസിന് ഒരു ചെറിയ അടിയൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് അടിക്കാൻ പറ്റും. കാര്യം, കടലിലേക്ക് പോകുന്ന തുർക്കിയുടെ ഏത് സാധനങ്ങളെയും സൈപ്രസിൽ നിന്ന് വളരെ സിമ്പിളായി അടിക്കാമെന്നുള്ള അവസ്ഥ. അവരെ കൊണ്ട് അറ്റാക്ക് ചെയ്യിപ്പിക്കുകയല്ല ഇന്ത്യയുടെ ആവശ്യം, അവരെ കൊണ്ട് നിരീക്ഷിപ്പിക്കുക എന്നുള്ളതാണ് ഇന്ത്യയുടെ ആവശ്യം. ഇപ്പൊ നിങ്ങൾ ഒരാഴ്ചയായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന തുർക്കിയും ഇന്ത്യയുമായിട്ടുള്ള ഒരു സംഘർഷം കടലിൽ വന്നു എന്നൊക്കെ പറയുന്ന ഒരു സംഗതിയുണ്ട്. നമ്മുടെ ത്രികാന്ത് എന്ന് പറഞ്ഞ INS ത്രികാന്ത് എന്ന് പറഞ്ഞ കപ്പലിനെ അവർ തടഞ്ഞു. അതിനുശേഷം നമ്മൾ പോയി. അത് സൈപ്രസിൽ നടക്കുന്ന ഒരു നേവൽ എക്സസൈസിന് വേണ്ടിയാണ് ഇന്ത്യയുടെ ത്രികാന്ത് പോയത്.
അപ്പോ അത് തുർക്കി അവരെ ഒന്ന് പേടിപ്പിക്കാൻ നോക്കി. തുർക്കി പിന്നെ ഉൾവലിഞ്ഞു മാരിടൈം നിയമപ്രകാരം ഇന്ത്യ ഇന്റർനാഷണൽ വാട്ടേഴ്സിലാണുള്ളത്. അതും സൈപ്രസിന്റെ ഇന്റർനാഷണൽ സൈപ്രസിന്റെ അവകാശമായ വാട്ടേഴ്സിനും അതുപോലെ ഗ്രീസിന്റെ അവകാശപ്പെട്ട വാട്ടേഴ്സിനും മാത്രമേ എക്സൈസ് നടക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ തുർക്കിക്ക് പിന്മാറേണ്ടി വന്നു. ഇപ്പോ യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ തുർക്കിയെ വ്യാവസായികമായും സാമ്പത്തികമായും ഇന്ത്യക്ക് തളർത്താൻ പറ്റി. രണ്ട്, തുർക്കിയെ 4 സൈഡിൽ നിന്നും വളയുന്ന രീതിയിൽ തുർക്കിക്ക് എല്ലാ സൈഡിൽ നിന്നും ലോക്കിട്ട് വെച്ചിട്ടുണ്ട്. തുർക്കിയെ സഹായിക്കാൻ വരുന്ന പല രാജ്യങ്ങളുമായും ഇന്ത്യ സൗഹൃദത്തിലുമായി. ഇപ്പൊ ഇന്ത്യയെ പണിക്കൊണ്ട് ഇനി അവർക്ക് തുർക്കിയെ സഹായിക്കാൻ പറ്റില്ല. പാകിസ്ഥാന് ഇനി തുർക്കി എന്തെങ്കിലും അവിടെ നയിക്കുന്നെങ്കിൽ അത് അവിടെ ചെയ്യുന്ന നശിപ്പിച്ചു കളയും എന്നുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പോ ഇത്തരത്തിൽ പഴയ ഇന്ത്യയല്ല ഇത്, പുതിയ ഇന്ത്യയാണ്. പണ്ട് നമ്മൾ നൂറ്റാണ്ടുകളെ യവന്മാരെ ശല്യം സഹിച്ചു. ഇനി ഒരുത്തന്റെ ശല്യം, അത് അകത്തുനിന്നായാലും പുറത്തുനിന്നായാലും. ഇനി അകത്തുനിന്നുള്ളവന് അവന്റെയൊക്കെ സഹായം വാങ്ങിച്ചിട്ട് പോകണമെങ്കിൽ അതിന് നമ്മൾ വഴി തുറന്നു കൊടുക്കാൻ പൊയ്ക്കോണം. അതുപോലെ പുറത്തുനിന്നുള്ള ഇതാണെങ്കിലും ഒതുക്കേണ്ടവനെ ഒടുക്കേണ്ട സമയത്ത് ഒതുക്കും, കാലിൽ തൂക്കി അടിക്കേണ്ടവനെ കാലിൽ തൂക്കി തടിക്കേണ്ട സമയത്ത് അടിച്ചിരിക്കും. ഇതാണ് പുതിയ ഇന്ത്യ. നന്ദി.